ഇതാണ് പാലക്കാട് ജില്ലയിലുള്ള തിരുകാശാംകുരിശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ ഒരു ഉൾഗ്രാമമാണ് കാശാംകുരിശി. ഹരിതചാരുതീരം എന്ന് അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന തനി പാലക്കാടൻ ഗ്രാമം. അനന്തവിഹായസിനു കീഴെ എല്ലാ ഹരിതഭംഗികളോടെയും കാശാംകുരിശി നിലകൊള്ളുന്നു. മനോഹരമായ ഈ ക്ഷേത്രകുളം ഒന്ന് കാണൂ. പടവുകൾ കെട്ടി സംരക്ഷിച്ച് പ്രകൃതിക്ക് കണ്ണാടി നോക്കുന്നതിനായി തീർത്തിരിക്കുന്നത് പോലെ തോന്നും. എന്തൊരു കുളിരാണെന്നോ ഈ ജലത്തിന്. മഴമേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും മുഖം കണ്ണാടിയാക്കി നിൽക്കുന്നു ഈ ക്ഷേത്രകുളം. അകലെ കാണുന്നതാണ് കാശാംകുരിശിയിലെ പെരുമാൾ വാഴുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പച്ചപ്പുല്ലുകളുടെ ലാളനയേറ്റ് കുളത്തിലിറങ്ങി കാൽ കഴുകി ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുവശത്തായി ഒരു കാവുണ്ട്. ഇതൊരു നാഗത്തറയാണ്. പടർന്നു പന്തലിച്ച് വേരുകളും പച്ചിലച്ചാർത്തുകളും ശിഖരങ്ങളുമൊക്കെ നിറച്ചു നിൽക്കുന്ന ഈ കാവിനകത്താണ് നാഗദൈവങ്ങൾ. നാഗദൈവങ്ങളെ കണ്ടു വണങ്ങി മുന്നോട്ട് നടക്കുക. നമ്മൾ ക്ഷേത്രനടയിലെത്തും. പഴമയുടെ പൈതൃകം പേറിയ മനോഹരമായ ഒരു കെട്ടിടം വലതുഭാഗത്ത് കാണാം. അതിൻ്റെ തൂണുകളും എടുപ്പുകളും മരപ്പണികളുമെല്ലാം അത്യാകർഷകമാണ്. ഇടതുവശത്തായി കാശ്യപസ്മൃതി മണ്ഡപമുണ്ട്. കാശ്യപമുനിയുടെ സാന്നിധ്യമാണ് ഇവിടെ ഈ പേരാലിന് ചുവട്ടിലുള്ളത്. കാശാംകുരിശിയിൽ അനന്തപത്മനാഭൻ കുടികൊള്ളുന്നത് കാശ്യപമുനിയുടെ തപസ്സിൻ്റെ ഫലമായിട്ടാണ്. ഇനിയാണ് നാം ക്ഷേത്രഗോപുര നടയിലെത്തുന്നത്. ആഡംബരങ്ങൾ അധികമില്ലാത്ത ഗോപുരവാടം. അതിനപ്പുറമാണ് ഭഗവാന്റെ മഹാസന്നിധി. ഫോട്ടോഗ്രഫി അനുവദനീയമല്ലാത്തതിനാൽ പുറം ചിത്രങ്ങളെ സാധ്യമാകൂ. വിശാലമായ മതിൽക്കകം, തിരുനടയിൽ തന്നെ മനോഹരമായ ഒരു ആനപ്പന്തലും. ആനപ്പന്തലിന് അപ്പുറമാണ് ആകാശത്തേക്ക് ശിരസ്സുയർത്തി നിൽക്കുന്ന ഭഗവത് ധ്വജസ്തംഭം. കാശാംകുരിശിത്തേവർ ശ്രീ മഹാവിഷ്ണുവാണ്. ലക്ഷ്മീദേവി ഭൂദേവി സമേതനായാണ് ഭഗവാൻ ഇവിടെ വാണരുളുന്നത്. ഇവിടെ ഭഗവാൻ പക്ഷേ ഒരു ക്ഷേത്രനാഥനല്ല, ചക്രവർത്തി പദം അലങ്കരിക്കുന്ന അനന്തപത്മനാഭനാണ്. അതിനാൽ തിരുകാശാംകുരിശി പെരുമാൾ എന്നാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. ഇക്ഷുമതി എന്നും ഗായത്രി എന്നും പേരുകളുള്ള രണ്ട് നദികൾക്കിടയിലാണ് ഈ പാവന പ്രദേശം. തമിഴകത്തെ ശ്രീരംഗം ക്ഷേത്രത്തിന് സമാനമായ പദവിയാണ് ഈ ക്ഷേത്രത്തിന് ഇവിടെയുള്ളത്. ഇവിടെ ഭഗവാൻ ശ്രീരാമസങ്കല്പത്തിലും കണക്കാക്കപ്പെടുന്നുണ്ട്. തികഞ്ഞ വൈഷ്ണവ ഭക്തനായിരുന്ന കാശ്യപ മഹർഷി ഒരിക്കൽ ഈ മനോജ്ഞ തീരത്തിരുന്ന് തപം ചെയ്തു. ഇവിടെ സമീപസ്ഥമായ ഒരു മലയിൽ മഹാവിഷ്ണു കാശ്യപന് മുമ്പിൽ പ്രത്യക്ഷനായി. ഭൂമി നന്മയ്ക്കായി ഭഗവാൻ ഇവിടെ കുടികൊള്ളണമെന്ന ആവശ്യം മുനി അറിയിച്ചു. ഭഗവാൻ വരപ്രസാദവും നൽകി. അന്ന് കാശ്യപമുനി തപസ്സനുഷ്ഠിച്ച മലയാണ് ഗോവിന്ദമല എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഗോവിന്ദമലയ്ക്ക് അരികിൽ തന്നെ വിശ്വകർമാവ് ക്ഷേത്രവും വിഗ്രഹവും നിർമ്മിച്ചു നൽകി. അനന്താസനത്തിലിരിക്കുന്ന ശ്രീദേവി ഭൂദേവി സമേതനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദാരുവിഗ്രഹം. കാശ്യപ മഹർഷിയാണ് ബിംബപ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ഗോവിന്ദമല. തൈപ്പൂയത്തിന് തമിഴകത്ത് നിന്നുൾപ്പെടെ അനേകരാണ് ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപത്തോടെ ഈ മല കയറുന്നത്. ദുർഘടമാണ് മലമ്പാത. എങ്കിലും ഭക്തർ വ്രതമെടുത്ത് ഇവിടെ എത്തി മല ചവിട്ടുന്നു. പയ്യല്ലൂർ കാശാംകുരിശി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. ഗ്രാമ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി വൃക്ഷലതാദികളും മലനിരകളും. ഭഗവത് ദർശനം കിഴക്കോട്ടാണ്. പഞ്ചലോഹ കൊടിമരത്തിന് മുകളിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ കണ്ടു വന്ദിക്കാം. വലിയ ബലിക്കല്ല്, കൊത്തുപണികൾ, ചുവർച്ചിത്രങ്ങൾ, 2 നിലകളുള്ള അതിസുന്ദരമായ വട്ടശ്രീകോവിൽ, 6 അടിയോളം ഉയരം വരുന്ന ചൈതന്യപൂരിതമായ ഭഗവാന്റെ ദാരുബിംബം. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി ഭഗവാൻ ഇവിടെ സാദൃശ്യമുണ്ട്. കരിങ്കല്ലിലുള്ള നാലമ്പലം, വാതിൽ മാടങ്ങൾ, ഹോമസ്ഥലികൾ, വാദ്യങ്ങളും നാമജപങ്ങളും, ഉപദേവതമാർ,
ദീർഘചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപം, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ചാരുതകളുണ്ട് ഈ ക്ഷേത്രത്തിൽ. എണ്ണയഭിഷേകം, പാൽപ്പായസം, തുളസിമാല, തിരുമുടിമാല, അപ്പം, അട, വെണ്ണ, കദളിപ്പഴം തുടങ്ങി മലർക്കന്യമണവാളന് ഒക്കെയുമാകാം. സമയവും സാഹചര്യവും കിട്ടുമെങ്കിൽ ഒന്നിറങ്ങൂ കാശാങ്കുറിശ്ശിയിലേക്ക്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാകും, സംശയിക്കേണ്ട. കൊല്ലങ്കോട് ടൗണിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഭൂലോക വൈകുണ്ഠനാഥൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ.